നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അങ്ങോട്ട് നടക്കണേ. മോനെ മോനെ എടാ അമ്മയോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോടാ. രോഹിത്തെ, ശാലിനി വന്നില്ലേ? ബ്രോ ടെൻഷൻ ആവണ്ട, ശാലിനി വരും ഉറപ്പാ. എന്തോ നാടാ ഇത്? കൊച്ചു വർത്താനം പറഞ്ഞിരിക്കാനേ, ഇത് നിന്റെ അയൽവക്കത്തെ പെട്ടിക്കടയൊന്നുമല്ല, കോടതിയിലേക്കാ. ഇവിടെ കുറച്ച് മര്യാദകളൊക്കെ ഉണ്ട്, സമയക്രമവും. അത് തന്നെ എനിക്കും പറയാനുള്ളത്. മര്യാദ അത് വേണം. പോലീസിനതില്ലേ? ജനം പഠിപ്പിക്കും, മുട്ടയെ നിർത്തി പഠിപ്പിക്കും. ആരാ പഠിക്കാൻ പോന്നെന്ന് പ്രതികൂട്ടി കയറിയിരിക്കുമ്പോ അറിയാം. എടാ, കോടതി തന്നെ ഹാജരാക്കുന്നവരേ ഉള്ളൂ നിനക്ക് ഈ പോലീസുകാർ തരുന്ന കൺസിഡറേഷൻ. അത് കഴിഞ്ഞാ പിന്നെ ഉത്സവമേളോ. ചെറുപ്പത്തിൽ നീ കുടിച്ച മുലപ്പാൽ വരെ നീ ഇവിടെ കക്കിയെന്ന് വരും. അതിനൊരു അന്തസ്സുണ്ടോ ചന്ദ്രബോസേ? മുലപ്പാലല്ലേ? പക്ഷെ ഒരു ആയുസ് മുഴുവൻ പറ്റിച്ചുണ്ടാക്കിയതൊക്കെ കോടതിക്ക് മുമ്പിൽ ഛർദിച്ചിറക്കേണ്ടി വന്ന അതിന്റെ നാറ്റം മാറാൻ മഹാസമുദ്രങ്ങൾ ഒത്തുചേരുന്നിടത്ത് മുങ്ങാങ്കുഴി ഇടേണ്ടി വരും. ഓർത്തു വച്ചോ, ഉപകരിക്കും. നിനക്കുള്ള അവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, പിടിച്ചു കൊണ്ടുപോടവനെ. മോനെ രോഹിത്തെ, അവന് ജാമ്യം കിട്ടുവോ? എനിക്ക് ശാലിനി വിശ്വാസമുണ്ട് സത്യമ്മേ. ബ്രോയെ രക്ഷിക്കാൻ വേണ്ടി ശാലിനി എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല. നീ ആരാ, ജോൾസനാണോ മുൻകൂട്ടി അങ്ങ് പ്രവചിക്കാൻ? ഇങ്ങനൊരു കേസിൽ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വലിയ അധികാരമുള്ള ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇങ്ങനൊരു ആപത്ഘട്ടം വരുമ്പോഴാ തെളിയിക്കേണ്ടത്. അവക്ക് സ്റ്റേഷനിൽ നിന്ന് വിഷ്ണുവിന്റെ ജാമ്യത്തിൽ ഇറക്കാൻ പറ്റിയില്ലല്ലോ. എന്നാ പോലീസും പട്ടാളൊക്കെ അവളുടെ കളക്ടർ പദവിക്ക് താഴെയാണെന്നാ പറച്ചില്. എന്നിട്ടൊന്നും നടന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഇവിടെയും അവള് മൂലം ഒന്നും നടക്കാൻ പോകുന്നില്ല. സത്യമേ, വിഷ്ണുബ്രോ ശിക്ഷിക്കപ്പെടാൻ ശാലിനി സമ്മതിക്കില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവൊന്നുമില്ല. പക്ഷെ എന്ത് വില കൊടുത്തും ശാലിനി വിഷ്ണുബ്രോയെ രക്ഷിച്ചിരിക്കും, അതെനിക്ക് ഉറപ്പാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.